അപ്പോൾ ക്രിസ്മസ് എക്സാമും കഴിഞ്ഞു, വെക്കേഷനും കഴിഞ്ഞു, പേപ്പറും കിട്ടി. അപ്പോൾ എല്ലാ പേപ്പറും നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യത്തെ എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ മാർക്ക് വെച്ചിട്ട് നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് തന്നെ സോഷ്യലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോഷ്യലിന് എനിക്ക് 76 ഉണ്ട്, A+ ആണ്. അപ്പോൾ ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് തലേ ദിവസം ഇരുന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, കുറേ നേരം ഇരുന്ന് വായിച്ചൊക്കെ നോക്കി. എന്നാലും എനിക്ക് കംപ്ലീറ്റ് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാപ്പൊക്കെ ഞാൻ എന്തൊക്കെയോ വരച്ചാണ്. എനിക്ക് മാപ്പിന് 2 മാർക്ക് കിട്ടി. പിന്നെ ഞാൻ വായിച്ചതനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടിക്കുറച്ചൊരു അവിയൽ പരുവത്തിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 76 കിട്ടി, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ അടുത്തത് ഫിസിക്സാണ്. ഫിസിക്സ് അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന എക്സാമായിരുന്നു. എനിക്ക് 38 കിട്ടിയിട്ടുണ്ട്. ആദ്യം 37 ആയിരുന്നു. പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ 38 ആയി. പിന്നെ ഒരു അരമാർക്കും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് എഴുതിയിട്ടില്ല, പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലൊരു എക്സാമായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് ഡെറിവേഷൻ മാത്രമേ എനിക്ക് ഇങ്ങനെ കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തത് മലയാളമാണ്. മലയാളം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഈ ഒരു എക്സാം. മലയാളം ഫസ്റ്റായിരുന്നു. എനിക്ക് 36 ആണ് കിട്ടിയിട്ടുള്ളത്. 35.5 എന്ന് പറയുമ്പോൾ 36 A+ ആണ്. ഞാൻ ഈ ഒരു മലയാളം ഫസ്റ്റിൽ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ അത്യാവശ്യം കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം 36 വലിയ കുഴപ്പമില്ലാത്ത ഒരു മാർക്കായിരുന്നു. പിന്നെ അടുത്തത് ബയോളജി. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തത്. ഞാൻ തലേ ദിവസം ഭയങ്കരമായിട്ട് കിടന്ന് കരയായിരുന്നു. എക്സാമും എല്ലാവർക്കും പാടായിരുന്നു, എനിക്കും ഭയങ്കര പാടായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് 36 കിട്ടി, A+ ആണ്. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ബിക്കോസ് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വായിച്ചത് പിന്നെയും വായിച്ചിട്ടായിരുന്നു ഞാൻ എന്തൊക്കെയൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്തതായിട്ട് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം ടഫ് ഇല്ലായിരുന്നു. 35 ആണ് കിട്ടിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ A+ ആണ്. 50 കൺവേർട്ട് ചെയ്യുമ്പോൾ A+. അപ്പം എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അതിൽ ഞാൻ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാഞ്ഞതിൻ്റെയായിരുന്നു. അതും കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് A+ ആയിട്ട് കിട്ടിയേനെ. 40 തന്നെ നോക്കുമ്പോൾ A+ കിട്ടിയേനെ. അപ്പോൾ 50 വെച്ച് നോക്കുമ്പോൾ എനിക്ക് A+ ആണെന്നൊക്കെ വിചാരിക്കാം. പിന്നെ അടുത്തതായിട്ട് മലയാളം സെക്കൻഡാണ്. ഇതെനിക്ക് കുറച്ച് ടഫായിരുന്നു. 33 ആണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മലയാളം. എനിക്ക് എഴുതാനൊക്കെ കുറച്ച് പാടുള്ള ഒരു കൂട്ടത്തിലാണ് മലയാളമൊക്കെ. എനിക്കപ്പം മലയാളം എനിക്ക് കുറച്ച് ടഫാണ്, അതിൻ്റെയൊക്കെയാണ് ഉള്ളത്. പിന്നെ അടുത്തത് ഹിന്ദി. ഇപ്പോൾ ഞാൻ വന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് പണ്ട് ഞാൻ 8th വെച്ചിട്ട് എനിക്ക് ഹിന്ദി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും തിരിച്ചെഴുതി വെക്കാൻ അറിയാൻ മേലാത്തത്ര മോശമായിരുന്നു ഹിന്ദിയിൽ. പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം സ്വന്തമായിട്ടൊക്കെ എഴുതും. പിന്നെ ഈ കാണുന്ന ഈ രാജാറാമിൻ്റെ ആ ഒരു ചരിത്ര ടിപ്പണി, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് മാർക്ക് അതിൽ കിട്ടി. പിന്നെ ഞാൻ ഈ ഒരു പട്കഥയൊക്കെ സ്വന്തമായിട്ട് എഴുതിയതാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് 32 ആണ് കിട്ടിയിട്ടുള്ളത്, A ആണ്. അതിന് ഞാൻ കുറച്ച് ഹാപ്പിയാണ്, A കിട്ടിയല്ലോ. പിന്നെ അടുത്തതായിട്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ എനിക്ക് 68 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് സങ്കടമായി. എനിക്ക് ഒരു 72 above കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഡിസ്കോഴ്സസിനൊന്നും മാർക്ക് പോയിട്ടില്ല, അതിനൊക്കെ എനിക്ക് കംപ്ലീറ്റ് മാർക്കുണ്ട്. പിന്നെ എനിക്ക് വില്ലനായിട്ട് വന്നത് ഗ്രാമറായിരുന്നു. ഗ്രാമർ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സിമ്പിളായിരുന്നു, ഇപ്രാവശ്യം കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഗ്രാമറിൽ നിന്ന് എനിക്കിത് കുറേ മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രാമർ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് മാത്സ് എനിക്ക് 10th വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടഫാണ്. ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ട് റിസൾട്ട് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് 9th വരെ എനിക്ക് A+ ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് 55 ആണ് കിട്ടിയത്. കഴിഞ്ഞ എക്സാമിന് 55 ആണ് കിട്ടിയിട്ടുണ്ടായത്. എനിക്ക് B+ ആണ്.
അപ്പോൾ അതിൽ എനിക്ക് കുറച്ചധികം സങ്കടമുണ്ട്, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 70 മാർക്സൊക്കെ വന്നാലേ ഒരു A+ലോട്ട് പോകത്തുള്ളൂ, 100ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇനി ഈ ഉള്ളൊരു ടൈം പീരീഡിൽ മാത്സ് അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ വരയ്ക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്. എനിക്ക് 5 A+ഉം 3 Aയും 1 B+ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക.